ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പറവൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എം.ആർ. റീന, ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ പി സലീം, ഈ യോഗത്തിൽ നമ്മളോട് സംസാരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് രഞ്ജിത്ത്, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ടി.വി. അനിത, ഈ വേദിയിലുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് പി.എസ്. ശൈല, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അഖിൽ ബാവച്ചൻ, മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് രശ്മി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് രാഹുൽ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനും ഈ പ്രതിഷേധ മാർച്ചിലും പൊതുയോഗത്തിലും പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള പറവൂർ നിവാസികൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ സവിശേഷമായ ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ സവിശേഷമായ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലം അത് തലസ്ഥാന നഗരിയായിരിക്കും, തിരുവനന്തപുരമായിരിക്കും. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എല്ലാവരും ഇപ്പോൾ പറവൂരിലേക്കാണ് ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ നയിക്കുന്ന, സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന, ക്യാബിനറ്റ് റാങ്കുള്ള സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം പറവൂരാണെന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ സമീപകാലത്തായി യൂത്ത് കോൺഗ്രസിലും കേരള കോൺഗ്രസിലുമെല്ലാം നമ്മൾ കണ്ടുവരുന്ന അഭിലഷണീയമല്ലാത്ത പല പ്രവണതകൾക്കും നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഈ അനഭിലഷണീയമായ എല്ലാ പ്രവണതകളെയും പാലൂട്ടി താലോലിച്ച് വളർത്തിയിരുന്നയാൾ അത് കേരളത്തിന്റെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും പറവൂരിന്റെ എം.എൽ.എ. വി.ഡി. സതീശനുമാണെന്നുള്ളത് കൊണ്ട് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ അദ്ദേഹം കുഴങ്ങുകയും ആ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന സ്ഥലം പറവൂരാണെന്നുള്ളത് കൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറവൂർ നിവാസികൾ ഒത്തുകൂടിക്കൊണ്ട് ഇതുപോലൊരു പ്രതിഷേധ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ വളരെ സംഭവകരമായ ദിവസമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളെല്ലാം ചേർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചില ഊഹാപോഹങ്ങൾ എന്നെല്ലാം തുടക്കത്തിൽ വിളിക്കപ്പെട്ടിരുന്ന, പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്ന, നിയമസഭയിൽ എം.എൽ.എ. ആയി നിൽക്കുന്ന, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഒരു വ്യക്തിയെക്കുറിച്ച് ധാരാളം ഊഹാപോഹങ്ങൾ ഫ്ലാഷുകളായും അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടലുകളിലൊക്കെ തന്നെ വന്നു. അപ്പോൾ എല്ലാം അതിനെ കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എല്ലാം ഡിഫെൻഡ് ചെയ്തത്. അങ്ങനെ അന്തരീക്ഷത്തിലുള്ള വാർത്തകളെ കുറിച്ച് ഞാൻ മറുപടി പറയാറില്ല. ഇന്നലെ രാവിലെ പോലും വളരെ ധിക്കാരത്തോടു കൂടി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടു. അന്തരീക്ഷത്തിലുള്ള വാർത്തകളോട് ഞാൻ പ്രതികരിക്കുന്നില്ല, എയറിലുള്ള കാര്യങ്ങളോട് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്താണ് ഇത്ര ആവേശം? മാധ്യമങ്ങളോട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്താണ് ഇത്ര ആവശ്യം? ഞാനതിൽ പ്രതികരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അങ്ങനെയെല്ലാം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആവേശത്തോടു കൂടി ദിവസം 3 നേരം പത്രപ്രതിനിധികളെയും ദൃശ്യമാധ്യമങ്ങളെയും കണ്ടിരുന്ന പറവൂരിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വളരെ വിമുഖതയോടുകൂടി ചാനൽ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ, ചാനലുകാരെ കണ്ടതാൽ ഏതോ ദുർമുഖത്തോടുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവവികാസം വന്നല്ലോ. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം, നിങ്ങൾ രക്തം കൊടുക്കാൻ നിങ്ങൾക്ക് രക്തദാന സേനയില്ല, പോയിക്കോട്ടെ. നിങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കാനുള്ള സംവിധാനമില്ല, പൊതിച്ചോറിനെ ആക്ഷേപിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്, ആയിക്കോട്ടെ. നിങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളില്ല, ആയിക്കോട്ടെ, ഡിവൈഎഫ്ഐ പോലെ. പക്ഷെ നിങ്ങളെ ഞങ്ങൾ മാനിച്ചിരുന്നു. നിങ്ങൾ ഈ പൊതുമണ്ഡലത്തിൽ സെക്യുലറായി പ്രവർത്തിക്കുന്ന ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ടും, കോൺഗ്രസ് എന്നുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ടും കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഏത് തർക്കങ്ങൾക്കിടയിലും ഇടതുപക്ഷ രാഷ്ട്രീയധാര കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യൂത്ത് കോൺഗ്രസിനെ ആകെ നാണിപ്പിക്കുന്ന, മുൻകാല സംഭവങ്ങളെക്കാളൊക്കെ തന്നെ വലിയ രീതിയിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു നെറുകേടുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം പുറത്ത് പറയാൻ പറ്റാത്ത യാത്ര നെറുകേടുകളോടുകൂടി ഒരു സ്ത്രീലമ്പടനെന്ന് വിളിച്ചാൽ പോരാ, ഒരു സൈക്കോപാത്ത് വിളിച്ചാൽ പോരാ, സ്ത്രീകൾക്ക് യാതൊരു രീതിയിലും സംസർഗം നടത്താനോ പെരുമാറാനോ സാധിക്കാത്ത രീതിയിൽ അപകടകരമായ രീതിയിൽ യുവതികളെയും അതുപോലെ തന്നെ വീട്ടമ്മമാരെയും എല്ലാം തന്നെ പ്രലോഭിപ്പിച്ച് കെണിയിൽ വീഴ്ത്തി ചൂഷണം ചെയ്യുന്ന ഒന്നാം തരം ഒരു സ്ത്രീ പീഡകനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വർഷങ്ങളോളം ഇരുന്നതെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേരളത്തിൽ. ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും കേരള ജനത വിമുഖമായിട്ടില്ല. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, ആ സംസ്ഥാന അധ്യക്ഷനെ നിരവധി പരാതികൾ നിലനിൽക്കെ തന്നെ കേരളത്തിന്റെ നിയമസഭയിലെ 140 എം.എൽ.എമാരിൽ ഒരാളായി
പാലക്കാട് നിന്ന് തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി തീരുമാനിച്ച് അയാളെ ഒരു നിയമസഭാ സാമാജികൻ കൂടിയാക്കി മാറ്റുന്ന കോൺഗ്രസിന്റെ ആ സാഹസമുണ്ടല്ലോ, അതാണ് കേരളത്തിന്റെ മനസാക്ഷി ഇപ്പൊ ഞെട്ടിക്കുന്നത്. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം വന്നപ്പോ ഞങ്ങളും വിമർശിക്കുമെങ്കിലും ഒക്കെ തന്നെ കുറച്ച് താല്പര്യത്തോടെ കണ്ടത്. UDF കൺവീനറായി അടൂർ പ്രകാശ് വരുന്നു, KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വരുന്നു. ഇവരൊക്കെ വരുമ്പോൾ ഒരു മത്സരാധിഷ്ഠിതത്തിലുള്ള ഒരു രാഷ്ട്രീയം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനറായ അടൂർ പ്രകാശനും KPCC പ്രസിഡന്റ് സൗമ്യനായ പുഞ്ചിരിക്കുന്ന സണ്ണി ജോസഫും ചേർന്ന് എത്രയെത്ര സഹോദരിമാരുടെ വലിയ ചൂഷണത്തിന്റെ പീഡനത്തിന്റെ കഥകൾ ഇങ്ങനെ മടക്കി ഒതുക്കി പോക്കറ്റിലിട്ട് കട്ടിലിനിടയിൽ ഒതുക്കി വെച്ച് ഈ കേരള ജനതയെ വഞ്ചിച്ച കഥകളാണ് പുറത്തു വന്നത്. ഇപ്പൊ അത് ഒതുക്കാനൊരു ശ്രമം KPCC നടത്തി. ചില രാഷ്ട്രീയ നേതാക്കൾ ദൂതന്മാരായി പോകുന്നു, ചിലർ തലോടുന്നു. ഇതൊന്നും വിഷയമല്ല, ഇതൊക്കെ ഞങ്ങൾ ചെവിക്ക് പിടിച്ച് ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് 2 നാൾ മുമ്പ് പറവൂർക്കാരിയായ പെൺകുട്ടി, ഞങ്ങളൊക്കെ ആ കുട്ടിയെ ചെറുപ്പം മുതൽ അറിയും, ഇവിടെ ഇപ്പൊ ആശ്രമം, അയാളുടെ അച്ഛൻ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണെന്നുള്ളതാണ് ആക്ഷേപം. അയാളുടെ അച്ഛൻ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഈ പറയുന്ന റെനി എന്ന് പറയുന്ന ഞങ്ങളെല്ലാം അറിയുന്ന, ഞങ്ങൾക്ക് വളരെ സൗഹൃദമുള്ള കുടുംബത്തിലെ പെൺകുട്ടി, സ്കൂൾ കാലഘട്ടം തൊട്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള കുട്ടി, ആ കുട്ടി VD സതീശന്റെ ഫാൻ ഗേളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന നേതാവ് VD സതീശനാണ്. LDF പ്രവർത്തകർ 3-ാം വാർഡിൽ മാർക്കറ്റിലെ ബൂത്തിന്റെ കണക്കെടുക്കുമ്പോ ജോർജ് ജോസഫിന്റെ വീട്ടിൽ നിന്നുള്ള 4 വോട്ടുകൾ നോക്കിയാണെങ്കിൽ അതിൽ ഒരു വോട്ട് കൂട്ടാറില്ല. അത് കൈപ്പത്തി ചിഹ്നത്തിൽ അവൾ പ്രിയപ്പെട്ടവളായി കരുതിയ, അവൾ ആരാധിച്ചിരുന്ന, അവൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യനും ഏറ്റവും മഹാനായ നേതാവുമാണെന്ന് ധരിച്ചിരുന്ന, അവരുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞ എന്റെ മനസ്സിലെ ബിംബങ്ങൾ തകർന്നു എന്ന് പറഞ്ഞതിലെ 1-ാം നമ്പർ ബിംബമുണ്ടല്ലോ, ആ ബിംബം VD സതീശനായിരിക്കും. ജോർജ് ജോസഫിന്റെ വീട്ടിലെ 4-ാമത്തെ വോട്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ വോട്ട് കൂട്ടിയിരുന്നില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കിയാൽ കാണാം, റെനിയുടെ പിറന്നാളിന് VD സതീശൻ റെനിയുടെ വീട്ടിൽ വന്ന് കേക്ക് മുറിക്കുന്നു. VD സതീശന്റെ പിറന്നാളിന് റെനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി VD സതീശന്റെ വീട്ടിൽ പോയി കേക്ക് മുറിക്കുന്നു. സന്തോഷങ്ങളിലെല്ലാം ഒരുമിച്ചാണ്, സങ്കടങ്ങളിൽ ഒരുമിച്ചായിരുന്നു. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ VD സതീശൻ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹത്തിന്റെ പറവൂരിലുള്ള വീടിനകത്ത് 1000 മഞ്ഞലടുകളെല്ലാം കൊണ്ടുവന്ന് ലഡു വിതരണത്തിൽ നിൽക്കുമ്പോൾ നിർഭാഗ്യകരമായി ആ ലഡു വിതരണം ചെയ്യാൻ പറ്റാതെ വരികയും ആ ലഡു പകുതി വിലയ്ക്ക് ബേക്കറിയിൽ തിരിച്ചു കൊടുക്കേണ്ടി വന്ന കാഴ്ചയൊക്കെ പറവൂർ നിവാസികൾക്കറിയാം. അന്നേരം കണ്ണീരോടുകൂടി പെൺകുട്ടി ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചു എന്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് മന്ത്രിയാകുമെന്ന്, പക്ഷെ ആയില്ല. വേദനയോടുകൂടി ഞാൻ കരുതുന്നു ഒരിക്കൽ അത് നടക്കും, ഒരിക്കൽ തിരിച്ചു വരും. അങ്ങനെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട്. അതാണ് റെനി. ആ റെനിയാണ് VK ശ്രീകണ്ഠനെ പോലുള്ള പാലക്കാട്ടെ MP കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ നികൃഷ്ടമായ ദുരുദ്ദേശത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പർ കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാതെയുള്ള നെറികെട്ട ദുരുദ്ദേശത്തോടുകൂടി ലൈംഗിക ചർച്ചയോടുകൂടി ആക്ഷേപിക്കുന്ന കാഴ്ചയെ കേരളത്തിൽ കാണുകയാണ്. ഇത് വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമാണ് ഈ കാണിക്കുന്നത്, വേറൊന്നുമല്ല. ഇയാളുടെ ഇപ്പൊ ടെലിഗ്രാം പോസ്റ്റുകൾ, ടൈമർ സെറ്റ് ചെയ്ത വാട്സപ്പ് സന്ദേശങ്ങൾ, നമുക്കൊന്നും അറിയില്ല. ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന് തന്നെ, നാട്ടിലെ ഒരു DYFയുടെ ബ്ലോക്ക് സെക്രട്ടറി തന്നെ ഒരു ദിവസം കിട്ടിയാൽ തികയില്ല. പൊതിച്ചോറ് വേണം, രക്തദാന സേനയ്ക്ക് വേണം, ആശുപത്രികളിൽ ആളെ എത്തിക്കണം, പാർട്ടി ഓഫീസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, ജോലിക്ക് പോകണം. അപ്പൊ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇയാള് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, വയനാട് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കേസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിപ്പോയിട്ട് വയനാട് ജില്ലയിൽ പോവാത്തതിന് കാരണം എന്ന് വെച്ചാല് ഈ ചൂരൽമല മുണ്ടക്കേന്ദ്രത്തിന്റെ ഫണ്ട് പിരിച്ചു വെട്ടിച്ചത് കാരണം വയനാടേക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ ജില്ലയിൽ നിന്നും പരാതിയുണ്ട്, കേരളത്തിന് പുറത്തുനിന്നും പരാതിയുണ്ട്. എവിടെ നിന്നാണ് ഇയാള് ഇതിന് മാത്രമായിട്ട് ഇങ്ങനെ സമയം കണ്ടെത്തി ടൈമർ സെറ്റ് ചെയ്ത മെസ്സേജുകൾ നമ്മളിപ്പോഴാണ് കേൾക്കുന്നത്? ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ മാഞ്ഞു പോവും, തെളിവ് പോലും അവശേഷിക്കാൻ പാടില്ല. ആ ചാറ്റുകളൊക്കെ നോക്കൂ ഏത് രീതിയിലാണ്. പെൺകുട്ടികളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുത്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത് ചിലരെ ഗർഭിണിയാക്കി അവരെ ഭ്രൂണഹത്യ നടത്തിച്ച് ഈ കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത രീതിയിലുള്ള നെറികെട്ട ഹീനമായ പ്രവർത്തനങ്ങൾ ചെയ്തവരെ ഇപ്പോഴും കോൺഗ്രസ് സംരക്ഷിക്കുന്നു. അയാൾ ഇപ്പോഴും MLAയുടെ ബോർഡ് വെച്ച കാറിൽ ഇങ്ങനെ അടൂരിലും പാലക്കാടുമായി തിരുവനന്തപുരത്തുമായി കറങ്ങി നടന്നിട്ട് VD സതീശൻ ഇന്നലെ വലിയ ആദർശം പ്രസംഗിക്കുകയാണ് വീട്ടിലിരുന്നുകൊണ്ട്. DYFകാർക്കെതിരെയാണ് പ്രസംഗം, CPMമാർക്കെതിരെയാണ് പ്രസംഗം. എന്റെ വീട് ആക്രമിച്ച് എന്തൊരു സമരാഭാസമാണ് എന്താ നടത്തിയത്? ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വന്നപ്പോൾ പറവൂരിലെ DYFയുടെ മഹിളാ അസോസിയേഷന്റെയും ചൂടക്കുട്ടികൾ കുറച്ചുപേർ ചേർന്നൊരു പ്രതിപക്ഷ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ച് നടത്തി ഒരു കോലം കത്തിച്ചു. അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കൾക്ക് ഭൂഷണമാണോ?
താങ്കൾക്ക് ഈ നടപടി ഭൂഷണമാണോ? താങ്കൾ എന്തിനാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ നരാധമനായ മനുഷ്യനെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോ MLA ഓഫീസിൽ തമ്പടിച്ച് നിൽക്കുന്ന ഗുണ്ടകൾ കല്ലെറിയുകയാണ്. എന്നിട്ട് ഭാഗ്യത്തിന് ചാനൽ സുഹൃത്തുക്കൾ ഉണ്ടായത് കാരണം മാത്രമാണ് കുട്ടികളെ രക്ഷപ്പെട്ടത്. എല്ലാ ചാനലുകാരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ MLA ഓഫീസ് MLA തന്നെ തകർത്ത് കേസ് വേറെ വന്നാണ്. എല്ലാരും ഉണ്ടായി. എന്നിട്ട് ഇപ്പൊ 2 FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആസിഡ് ബോംബ് എറിഞ്ഞു, കൈയൊടിഞ്ഞു, MLA വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ് പറവൂർ പോലീസ് സ്റ്റേഷനിൽ 2 FIR DYFI സുഹൃത്തുക്കൾക്കെതിരെ. വൈകുന്നേരം ഞങ്ങളിപ്പോൾ ഇവിടെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ ഇരിക്കുന്നവരുണ്ടല്ലോ, എല്ലാം പറവൂർ നിവാസികളാണ്. തൊട്ട് പേർ വിളിക്കാൻ സാധിക്കുന്നവർ. ഈ ചിറ്റാറ്റുകരയും ഈ വടക്കേക്കരയും പറവൂരും ഏഴിക്കരയും ചേന്നമംഗലത്തുനിന്നെല്ലാം വന്നിട്ടുള്ള ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികൾ, വീട്ടമ്മമാർ, യുവതി യുവാക്കളാണ് വന്നേക്കുന്നത്. നിങ്ങൾ ഇന്നലെ DCCയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 4 മണിയോടുകൂടി ഈ പറവൂരിന്റെ ഈ സംസ്ഥാന പാത മുഴുവൻ ഉപരോധിച്ച് മണിക്കൂറോളം ഗതാഗത സമരമുണ്ടാക്കി നടത്തിയ നായാണ്ടുണ്ടല്ലോ, ആവാസ സമരമുണ്ടല്ലോ, അത് പറവൂര് പെട്ടെന്ന് മറക്കില്ല. എത്ര കൊടിമരങ്ങൾ തീർത്തു, DYFIയുടെ CPMന്റെ കൊടിമരങ്ങൾ തീർത്തു, ഗതാഗതം സ്തംഭിപ്പിച്ചു, പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോലീസ് CIയെ കയ്യേറ്റം ചെയ്യുന്ന DCC പ്രസിഡന്റിനെ കണ്ടു. ഷിയാസിനെ കോളറിന് പിടിച്ച് മറിച്ചിടുന്നു, വേറെ തല്ലുന്നു, അക്രമം നടത്തി. ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾ അതിൽ പെട്ടില്ല, പോലീസും അതിൽ പെട്ടില്ല. പോലീസിനോട് ഞങ്ങൾക്ക് വിയോജിപ്പൊക്കെ ഉണ്ട്. കേസെടുത്ത് അകത്താക്കേണ്ടതായിരുന്നു ഷിയാസിന്. എത്ര ഗുണ്ടാപ്പിളിയാണ്. എറണാകുളം ജില്ലയിലെ കൊട്ടേഷൻ നേതാവ് പോലെ, ഗുണ്ടാ നേതാവ് പോലെ ഒരാളിങ്ങനെ വന്ന് പോലീസിനെ തല്ലും, ആരെയും തല്ലും, അതിങ്ങനെ നടക്കിയ. പക്ഷെ ആ കെണിയിൽ ഞങ്ങൾ വീണില്ല. 5 MLA ഫ്രണ്ടിൽ ഉമാ തോമസ്, ഇവിടെ വിനോദ്, അവിടെ റോജി ജോൺ, ഇവിടെ വേറെ MLA. ഇവര് ലാത്തി ചാർജ് ഉണ്ടാക്കി ഈ വിഷയം ട്വിസ്റ്റ് ചെയ്യിപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ കടുത്തോളം മുങ്ങി നിൽക്കുന്ന ഈ നാണക്കേടിന്റെ, ഈ വൃത്തികേടിന്റെ കുഴിയുണ്ടല്ലോ, ആ കുഴിയിൽ നിന്ന് ഇങ്ങനെ കൈപിടിച്ച് കയറി വരാമെന്ന് കോൺഗ്രസ് വിചാരിക്കണ്ട. ഞങ്ങൾ ഏറുകൊണ്ടു, ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ തല്ലിപ്പോ കൊള്ളും. പിന്നെ എന്ത് ചെയ്യുന്നുള്ള കാര്യം പിന്നത്തെ കാര്യം. പക്ഷെ ഈ കെണിയിൽ നിന്ന് ഞങ്ങള് വീഴാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് പറവൂരിന്റെ MLA, സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഈ പറവൂർ ജനത, അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരുൾപ്പെടെയുള്ള പറവൂർ ജനത ചോദിക്കുന്ന ചോദ്യം, രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ പദവി ഒഴിയണം. പ്രതിപക്ഷ നേതാവിന്റെ കസേരയ്ക്കാനുള്ള യോഗ്യതയില്ല. രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് MLA സ്ഥാനം രാജിവെക്കണം. 2.5 വർഷക്കാലം മുമ്പ് നിങ്ങൾ പുത്രിയെ പോലെ കണക്കാക്കിയിരുന്ന ആ റെനി എന്ന് പറയുന്ന പെൺകുട്ടി പിതൃതുല്യനാണെന്ന് പരസ്യമായി പറഞ്ഞ നിങ്ങളോട് പറയുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് മാനസികമായി എന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതും നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ സ്വകാര്യമായി പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ട് പോലും 2.5 വർഷക്കാലം ആ രഹസ്യം പൂഴ്ത്തിവെച്ച് കുറ്റവാളിയെ സംരക്ഷിച്ച ക്രിമിനൽ പ്രവർത്തനമാണ് VD സതീശൻ ചെയ്തിരിക്കുന്ന കാര്യം അത് ഈ നാടിനറിയാം. അത് അന്വേഷിക്കപ്പെടണം, അതിൽ നടപടി ഉണ്ടാകണം. ആ നടപടി കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലതുപക്ഷത്തിന്റെ ഈ ജീർണിച്ച രാഷ്ട്രീയ മുഖം തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് VD സതീശന്റെ മണ്ഡലത്തിൽ ഈ പറവൂരിലെ ബഹുജനങ്ങൾ വാടകയ്ക്കെടുത്ത ആളുകളല്ല. ഇന്നലെ ബസ് ചെങ്ങമനാടെന്ന്, അങ്കമാലിന്ന് ബസ് 25 പേര്, വരാപ്പുഴയിൽ നിന്ന് ബസ് 30 പേര്, ഒരു 10-350 പേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 10-100 ബസ് ഉണ്ടായി ഇന്നലെ അവിടെ. അങ്ങനെ 10-250 കോൺഗ്രസ്സുകാരും 100 കൊട്ടേഷൻ ഗുണ്ടകൾ കൂടി വന്ന് CPMന്റെയോ DYFIയുടെ 2 കൊടിമരം അങ്ങോട്ട് വരച്ചു കളഞ്ഞാൽ പറവൂരിൽ നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന രാഷ്ട്രീയ കുഴിയുണ്ടല്ലോ, നാണക്കേടിന്റെ, നെറികേടിന്റെ, നീ ശ്രീപീഠകരെ സംരക്ഷിച്ചതിന്റെ ഈ നാണക്കേടുണ്ടല്ലോ, അത് ഈ ഒരു 100 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് തൂത്താൽ മോച്ചാൽ പോകില്ല എന്നുള്ള കാര്യം VD സതീശനെ സവിനയം ഓർമ്മിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സുസ്ഥിരമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കോൺഗ്രസിന്റെ നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ച് ഇത്തരം ഹീന പ്രവർത്തികൾ ചെയ്യുന്ന ഈ നാടിന് അപമാനമായിട്ടുള്ള മനുഷ്യരെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ DYFIയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ, ജനാധിപത്യ മഹിളാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രീയ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പൊതുയോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പറവൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MR റീനയാണ്. സഖാവിന് ഏവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രിയങ്കരനായ നമ്മുടെ സഖാവ് ഡോക്ടർ P സരിനാണ്. സരിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ആരാണ് ആദ്യം തിരിച്ചറിഞ്ഞത്? ആദ്യമായിട്ട് ആരാണ് KPCCയുടെ നേതൃത്വത്തോട് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അപകടകാരിയായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു? ഇല്ലേ, നമ്മളെല്ലാരും കേട്ടു. 2022 ജനുവരി മാസം 10-ാം തീയതി സഖാവ് ധീര രാജേന്ദ്രൻ കുത്തേറ്റ് മരിച്ചപ്പോ
ചാനൽ ചർച്ചയിൽ സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഭാര്യ ശ്രീരാം ബ്രിട്ടയോട് മുഖത്ത് നോക്കിക്കൊണ്ട് ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകത്തെ കുറിച്ച് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ മറന്നിട്ടില്ലല്ലോ. പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു ദിവസത്തെ തൊഴിൽ പോയാലും വരുമാനം പോയാലും വിശപ്പിന് വയറെറിയുന്നവരുടെ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കുറിച്ച് അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് ഈ നെറികെട്ടവൻ പറഞ്ഞത് എന്താണ്? ആ നെറികെട്ടവനെ കോൺഗ്രസിനകത്ത് ആദ്യമായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത്. സരിന്റെ സമരങ്ങളെല്ലാം രാഹുലിനെതിരായിരുന്നു. സരിന്റെ പോരാട്ടം ശ്രീവീണർക്കെതിരായിരുന്നു. സരിന്റെ പോരാട്ടം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീവിതത്തിനെതിരാണെന്നുള്ള കാര്യം ഇന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും അനുയോജ്യനായ നേതാവ് ഡോക്ടർ പി സരിൻ ഹൃദയപൂർവ്വം ഈ പറവൂർ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ പറവൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് രഞ്ജിത്തിന് വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സഖാവ് അഡ്വക്കേറ്റ് പി വി അനുരയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന സഖാവ് പി എസ് ഐയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് എല്ലാ ദിവസവും സ്വാഗതം ആശംസിക്കുന്നു. ഡിവൈഎഫ്ഐ നേതാക്കളായ സഖാക്കൾ രാഹുൽ, അഖിൽ ബാബുച്ചൻ എന്നിവർക്ക്, സഖാവ് രശ്മി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗം ശ്രമിക്കുന്നതിനു വേണ്ടി ഈ പ്രകടനത്തിലും ഈ സമ്മേളനത്തിലും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പറവൂരിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കേസരി ബാലകൃഷ്ണപിള്ളയുടെ, പി കേശവദേവിന്റെ, അതുപോലെ എത്രയോ മഹാന്മാരായിട്ടുള്ള സാംസ്കാരിക നായരുടെ, കെടാമംഗലം സദാനന്ദൻ കഥ പറഞ്ഞിട്ടുള്ള, ആനന്ദ ശിവറാം ജീവിച്ചിരുന്ന, കെടാമംഗലം പപ്പക്കുട്ടി വിപ്ലവങ്ങൾ എഴുതിയിട്ടുള്ള ഈ പറവൂരിന്റെ സാംസ്കാരിക മണ്ണിനെ അപമാനിക്കുന്ന ആ സംരക്ഷകർക്ക്, കാട്ടുകള്ളന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന, സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന വി ഡി സതീശനുള്ള താക്കീതായി മാറുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പ്രവർത്തകരെയും തൊഴിലാളി സുഹൃത്തുക്കളെയും സഖാക്കളെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.